നമസ്കാരം. മണ്ടരി ബാധിച്ച തെങ്ങിൽ നിന്നും നാളികേരങ്ങൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെയാണ് ഇപ്പോൾ CPM-ൽ നിന്നും ഉന്നത നേതാക്കളും പ്രവർത്തകരുമെല്ലാം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, പാർട്ടി വിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ജി സുധാകരനും കണ്ണൂരിൽ TK ഗോവിന്ദനുമെല്ലാം ഇതുപോലെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നവരാണ്. അവർ CPM-നെതിരെ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു. CPM യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. 70 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേഗതയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി CPM പറയുകയും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ജനം മൂക്കത്ത് വിരൽ വച്ചിരിക്കുന്നത്. അതായത് നിയമസഭയുടെ ഏറ്റവും സമുന്നതനായ സ്ഥാനം എന്ന് പറയുന്ന നിയമസഭാ സ്പീക്കറായി 2 തവണ തലശ്ശേരിയിൽ മത്സരിച്ച് വിജയിച്ച ഷംസീറിനെ വെട്ടി പകരം ആ സീറ്റിലേക്ക് കൊണ്ടുവന്നത് ഒരു കൊടും കൊലപാതകത്തിലെ പ്രതിയായ കാരായി രാജനെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. 2006 ഒക്ടോബർ 22-ന് തലശ്ശേരി പള്ളിക്ക് സമീപം വച്ച് പുലർച്ചെ പത്രമിടുന്നതിനിടയിലാണ് NDF പ്രവർത്തകനായ ഫസലിനെ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ള പ്രതികൾ വെട്ടി കൊലപ്പെടുത്തിയത്. പിന്നീട് ഈ കേസിൽ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും കോടതി ശിക്ഷിക്കുകയുണ്ടായി. കണ്ണൂർ ജില്ലയിൽ പോലും കയറാൻ പാടില്ല എന്ന് കൃത്യമായി നിർദ്ദേശമുണ്ടായിരുന്നതിന്റെ പേരിൽ കാരായി രാജനെ തലശ്ശേരിയിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വരെ രാജിവെച്ച് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട സാഹചര്യം അയാൾക്കുണ്ടായിരുന്നു. കൊലപാതകികളെയും ഗുണ്ടകളെയും നോക്കി കണ്ടുപിടിച്ച് തങ്ങളുടെ ഒപ്പം നിർത്തുന്ന CPM-ന്റെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാൾ തന്നെയാണ് കാരായി രാജൻ എന്നാണ് ജനം ഇപ്പോൾ പറയുന്നത്. ഷംസീറിനെ പോലെ നിയമസഭയുടെ സമുന്നതമായ ഒരു സ്ഥാനത്ത് നിന്നിരുന്ന CPM-ലെ തലമുതിർന്ന നേതാക്കളുടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ചെറുപ്പക്കാരനായ ഷംസീറിനെ 2 ടൈം പൂർത്തിയാക്കി എന്ന ഒറ്റ കാരണം പറഞ്ഞു തന്നെയാണ് തലശ്ശേരിയിൽ നിന്നും വെട്ടി മാറ്റിയിരിക്കുന്നത്. കോടിയേരി പക്ഷക്കാരനായിരുന്ന ഷംസീറിനെ മുൻപേ തന്നെ പിണറായി വിജയന് കണ്ടുകൂടായിരുന്നു. പിന്നീട് നിയമസഭയ്ക്കകത്തും പുറത്തും മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ ഷംസീർ നടത്തിയ ചില പരാമർശങ്ങളും പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ചൊടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഷംസീറിനെ മത്സരിപ്പിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഷംസീർ മത്സരിച്ചിരുന്ന സീറ്റിൽ ഒരു കൊടും കുറ്റവാളിയെ കോടതി കുറ്റവാളി എന്ന് കണ്ട് ശിക്ഷിച്ച ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് തലശ്ശേരിയിൽ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ CPM എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയും അയാളെ 2 വർഷത്തിൽ കൂടുതൽ കോടതി ശിക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രതികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടപ്രകാരം മത്സരിക്കുവാൻ അയോഗ്യത കൽപ്പിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുപക്ഷെ പ്രക്ഷോഭത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ റദ്ദാക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതിർന്നേക്കും. അങ്ങനെയെങ്കിൽ കാരായി രാജന് തലശ്ശേരിയിൽ മത്സരിക്കാൻ കഴിയില്ല എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ എപ്പോഴത്തേക്കും വലിയ അപജയം ഇത് തന്നെയാണ്. കൊടിസിന് ഉൾപ്പെടെയുള്ള കൊടും കൊലപാതകികളെ ഇറക്കി രാഷ്ട്രീയ എതിരാളികളെ വെട്ടിയൊതുക്കിയ ചരിത്രമാണ് CPM-നുള്ളത് എന്നുള്ളത് കേരളം കണ്ട് നടുങ്ങി തരിച്ചു നിന്ന കാഴ്ചയാണ്. മാതൃസംഘടനയായ CPM-ൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ഇനിയും CPM-നോട് ആദർശപരമായി മുന്നോട്ട് ചേർന്നു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വടകരയിൽ ഒഞ്ചിയത്ത് പാർട്ടിയുടെ ചുവന്ന വാകുകൾ മാത്രം പൂത്തിരുന്ന ഒഞ്ചിയത്ത് നിന്ന് TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് RMP എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ടാക്കി തൻ്റെ ഒപ്പം പോന്ന ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകരെ കൂട്ടി RMP രൂപീകരിക്കുന്നു. ഇതിൽ ഉണ്ടായ ഒറ്റ വൈരാഗ്യം കൊണ്ട് തന്നെയാണ് കൊടിസുനി അടക്കമുള്ള CPM-ന്റെ കൊട്ടേഷൻ നേതാക്കളെയും ഗുണ്ടകളെയും ഇറക്കി CPM-ലെ കണ്ണൂരിലെ സമുന്നതരായ നേതാക്കളുടെ ഒത്താശയോടുകൂടി TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നത് എന്നുള്ളത് കേരളം അടയാളപ്പെടുത്തിയ ചരിത്രം തന്നെയാണ്. CPM-ന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാപപങ്കിലമായ രക്തക്കറ പുരണ്ട ഒരു ചരിത്രം തന്നെയായിരുന്നു അത്.
ഇപ്പോഴും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളിൽ CPM-ന്റെ പ്രവർത്തകരുണ്ട്, കൊട്ടേഷൻ തൊഴിലാളികളുമുണ്ട്. അങ്ങനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യമായിരുന്നു, ഫസലിനെ വകവരുത്തിയത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് എന്നാണ് കൊടിസുനി മൊഴി നൽകിയത്. CPM വിട്ട് NDF-ലേക്ക് ചേക്കേറിയ ഫസൽ പത്രമിടുന്നതിനിടയിലാണ് പുലർച്ചെ തലശ്ശേരി പള്ളിക്ക് അടുത്ത് വെച്ച് 2006 ഒക്ടോബർ 22 അതിദാരുണമായി ഫസലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിലെ പ്രതികളായ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനെയുമാണ് കോടതി ശിക്ഷിച്ചത്. എന്നാൽ കാരായി ചന്ദ്രശേഖരൻ ഇപ്പോഴും തലശ്ശേരി നഗരസഭയുടെ ചെയർമാൻ തന്നെയാണ്. ശിക്ഷാ കാലാവധി പൂർത്തിയായതിന്റെ പേരിൽ ഇപ്പോൾ ചന്ദ്രശേഖരൻ തലശ്ശേരിയിൽ നഗരസഭാ ചെയർമാനായി നിൽക്കുന്നു. ഒരു കാലത്ത് തലശ്ശേരിയിൽ, അതായത് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് പോലും ഇവർക്ക് വിലക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് CPM കണ്ടെത്തി നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ CPM തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പുരോഗമനം ഞങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ത്വരിതമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥി നിർണയം അതിവേഗം പൂർത്തിയാക്കി ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിൽ തന്നെ അയോഗ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ മത്സരിക്കാൻ പാടില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം ആരെങ്കിലും ഉയർത്തിക്കാണിച്ച് കാരായി രാജനെതിരെ കൃത്യമായ പ്രതിഷേധവുമായി നീങ്ങുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വം അയോഗ്യത കൽപ്പിച്ച് റദ്ദ് ചെയ്തേക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ CPM പ്രഖ്യാപിച്ച ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്നെ അയോഗ്യരായി പലരും പുറത്തു പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് CPM ജനകീയരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് പരിഹാസ രൂപേണ ഇപ്പോൾ മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നു. കൊടും കൊലയാളികളെയും കൊടും കുറ്റവാളികളെയുമാണ് ഇപ്പോൾ CPM തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. CPM-ന്റെ തനത് ഗുണം തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്ന് തന്നെയാണ് ഇതര രാഷ്ട്രീയ കക്ഷികൾ CPM-നെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നത്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന് ബാലികേറമലയാകും, ജയം അവർക്ക് പുതിയ തേങ്ങയായി മാറും എന്നൊക്കെയാണ് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.